ഹലോ, ചിഞ്ചൂസ് എഫ്എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കോണിപ്പടി ഇറങ്ങി വരുന്നതും ശങ്കരനാരായണന് അസ്വസ്ഥമായിട്ട് നെഞ്ചുവേദന വരുന്നതാണ്. തുടർന്ന് അവിടേക്ക് അത് കണ്ടതും പത്മ ഓടി വരുന്നുണ്ട്. പുറകെ ശ്രീകാന്തും അച്ചമ്മയും വരികയാണ്. കണ്ട അച്ചമ്മ പറയുന്നുണ്ട് ഇനി കോടതിയിലേക്കൊന്നും പോകണ്ട, ഹോസ്പിറ്റലിൽ പോകാമെന്ന്. പിന്നീട് കാണിക്കുന്നത് വീടിൻ്റെ മുമ്പിൽ വണ്ടി കേടായി നിൽക്കുന്ന രമ്യയാണ്. രമ്യയെ കണ്ടതും ശ്രീജ കാര്യം അന്വേഷിക്കുന്നുണ്ട്. ബൈക്ക് ആവുന്നില്ല എന്നും ഓഫീസിൽ പോകാൻ വൈകിയെന്നും പറയാണ്. അപ്പം തന്നെ ശ്രീജ വീട്ടിൽ പോയി വിക്രമിനെ വിളിക്കുകയും വിക്രം പോയി രമ്യയുടെ വണ്ടി ശരിയാക്കുകയും ചെയ്യാണ്. രമ്യ പോയതും നന്ദിനി ശ്രീജയോട് അവളെപ്പറ്റി ഓരോന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസന്റെ വീട്ടിലെത്തിയ വിക്രമിനെയാണ്. ശ്രീനിവാസൻ വിളിച്ചിട്ടായിരുന്നു വിക്രം അവിടെ എത്തിയത്. ശ്രീനിവാസൻ പറയുന്നുണ്ട് കമ്മിറ്റിയുടെ ആദ്യ പ്രതിനിധി നീയാണെന്നും ആദ്യത്തെ കമ്മിറ്റിയിൽ നീ മുന്നിൽ നിന്ന് സംസാരിക്കണമെന്നും. എന്നാൽ ഇതിനൊന്നും വിക്രമിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തും അമ്മായി അച്ഛനും സംസാരിക്കുന്നതാണ്. അപ്പോഴാണ് ശ്രീകാന്തിന്റെ ഫോണിലേക്ക് ശ്രീനിവാസന്റെ വലങ്കയായ പുള്ളിക്ക വിളിക്കുന്നത്. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുമുണ്ട്. ഇത് കേട്ട ശ്രീകാന്തും ശ്രീകാന്തിൻ്റെ അമ്മായച്ചനും കൂടി വിക്രമിനെതിരെ പുതിയ പദ്ധതി പ്ലാൻ ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് നിലവിളക്കുമായി ഉമ്മറത്തേക്ക് വരുന്ന വേദയാണ്. വിളക്കുമായി വരുന്നതും നിലത്ത് കിടന്ന ചവിട്ടി നിലവിളക്ക് കയ്യിൽ നിന്നും വീഴുന്നതാണ്. അത് കണ്ടതും നന്ദിനി വേദയെ ഏറെ ശകാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിക്രമിനെ കൊടുക്കാനായി ഗൂഢാലോചന നടത്തുന്ന ഗുണ്ടകളെയാണ്. അപ്പോഴാണ് അവിടേക്ക് വിക്രം വരുന്നത്. വിക്രമിനെ കണ്ടതും ചുറ്റിൽ നിന്നും പടക്കം പൊട്ടിക്കുകയും മദ്യം നിറച്ച ബലൂണുകൾ എറിയാനും തുടങ്ങി. അതിൽ ഒരാളെ വിക്രം ഓടിക്കുകയാണ്. അയാൾ ഓടിക്കയറിയത് രമ്യയുടെ വീട്ടിലേക്കായിരുന്നു. വിക്രം അകത്ത് കയറിയതും രമ്യ ആളറിയാതെ വിക്രമിനെ പൂട്ടിയിടുകയും ചെയ്തു. ഉറക്കെ കള്ളൻ ഉണ്ടെന്ന് നിലവിളിക്കുന്നുമുണ്ട്. അപ്പോഴാണ് അവിടേക്ക് രാധ വരുന്നത്. രമ്യയുടെ അലർച്ച കേട്ട് വേദയും സുധാകരനും നന്ദിനിയും എല്ലാവരും അവിടേക്ക് എത്തുന്നുമുണ്ട്. ഇതോടുകൂടി പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.